ഇന്നത്തെ ഓണവിഭവങ്ങളിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉണ്ണി നെയ്യപ്പമാണ് കേട്ടോ. സാധാരണ നെയ്യപ്പത്തിൽ നിന്നും വലിപ്പത്തിന് വളരെ വ്യത്യാസം ഉണ്ടാവും ഇതിന്. അതുതന്നെയാണ് ഇതിനെ നമ്മൾ ഉണ്ണി നെയ്യപ്പം എന്ന് വിളിക്കാനുള്ള കാരണം. വലിപ്പത്തിൽ വളരെ ചെറുതും എന്നാൽ നല്ല ഉരുണ്ടിട്ടുമായിരിക്കും ഈ ഒരു നെയ്യപ്പം ഉണ്ടാവുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നെയ്യപ്പം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു നെയ്യപ്പം തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ശർക്കര പാനിയാക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. നെയ്യപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചരിയാണ് ഉപയോഗിക്കുന്നത്. പച്ചരി തലേന്ന് തന്നെ കുതിർത്ത് വെക്കുക, അതല്ലെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിൽ നിങ്ങൾ കുതിർത്തെടുക്കേണ്ടി വരും. ഞാനിവിടെ പച്ചരി നന്നായിട്ട് കഴുകിയെടുത്ത് തലേന്ന് കുതിർത്ത് വെച്ച അരിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നന്നായിട്ട് നമ്മൾ ഒന്നുകൂടെ കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം മൊത്തം വാലാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വെള്ളം നന്നായിട്ട് വാർന്നതിന് ശേഷം വേണം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം, ഒരു 8 ഏലക്കയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ 3 ടേബിൾ സ്പൂണോളം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ഉണ്ണിയപ്പത്തിന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർക്കുന്നത്. നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനിയൂടെ ചേർത്തിട്ട് വേണം ഈ ഒരു മാവ് അരച്ചെടുക്കാം. ചെറിയൊരു തരിയോട് കൂടി നമുക്ക് അരച്ചെടുക്കാം, അതാണ് നെയ്യപ്പം നന്നായിട്ട് കിട്ടാൻ നല്ലത്. മാവ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കണ്ട എന്നുള്ളവരാണെങ്കിൽ നിങ്ങളിത് മാവ് തയ്യാറാക്കിയതിന് ശേഷം ഓവർനൈറ്റ് വെക്കുക, എന്നിട്ട് പിറ്റേന്ന് നമ്മൾ ചുട്ടെടുക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യം വരില്ല. ബേക്കിംഗ് സോഡ ചേർക്കുന്ന സമയത്ത് 2-3 പിഞ്ച് മാത്രം നിങ്ങൾ ചേർക്കുക, അതിൽ കൂടുതൽ ചേർക്കരുത്. അങ്ങനെ ചേർത്താൽ നമ്മുടെ നെയ്യപ്പം പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ടാവും. 4 മണിക്കൂർ ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കണ്ടല്ലോ മാവ് ഒന്നും കൂടെ ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മാവൊന്ന് ലൂസാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ മാവ് അധികം ടൈറ്റായി വന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഈ വെള്ളം ചേർക്കുന്നത് ഒഴിവാക്കാം കേട്ടോ. നോക്കിയിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ചുട്ടെടുക്കാൻ പോകുന്ന മാവ് ഈ ഒരു പരുവത്തിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു 4 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് നന്നായിട്ട് നമ്മളതൊന്ന് വറുത്തെടുക്കുക കേട്ടോ. തേങ്ങാക്കൊത്ത് നന്നായി വറവായതിനു ശേഷമാണ് നമ്മളിതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എള്ള് ഇതിലേക്ക് ഇട്ട ഉടനെ തന്നെ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചൂടിൽ തന്നെ നിന്നാൽ മതി, അതിൽ കൂടുതലൊന്നും ഇതിങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എള്ളിന് അത്രയും വറവ് മതി. ഇനി നമുക്ക് മാവിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. നെയ്യപ്പത്തിൻ്റെ മാവിൻ്റെ കട്ടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു പരുവത്തിലായിരിക്കണം മാവ് ഉണ്ടായിരിക്കേണ്ടത്. നല്ല കട്ടിയിലും അല്ല, എന്നാൽ നല്ല ലൂസിലും അല്ല. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ നെയ്യപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മൾ നെയ്യപ്പം ചുടുമ്പോൾ ആ ഒരു വെളിച്ചെണ്ണയുടെ ചൂടുണ്ടാവേണ്ടത്. നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ടാൽ പുറം ഭാഗം പെട്ടെന്നങ്ങ് വെന്ത് കിട്ടും, അകറ്റെ വെന്ത് കിട്ടത്തുമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു നെയ്യപ്പം ചുട്ടെടുക്കാനായിട്ട്. പറ്റ എണ്ണയുടെ ചൂട് കുറയാനും പാടില്ല, എന്നാൽ നല്ല ചൂടുണ്ടാവാനും പാടില്ല. അതിൻ്റെ ഇടയ്ക്കായിരിക്കണം എപ്പോഴും നമ്മൾ ചൂട് ബാലൻസ് ആക്കിയിട്ട് നിർത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ചെറിയ രൂപത്തിൽ ചുട്ടെടുക്കുന്ന ഒരു നെയ്യപ്പമാണ്. സാധാരണ നെയ്യപ്പത്തിൽ നിന്നും വളരെ വലുപ്പ വ്യത്യാസം ഈ ഒരു നെയ്യപ്പത്തിന് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ ഉണ്ണി നെയ്യപ്പം എന്ന് വിളിക്കുന്നത് കേട്ടോ. സാധാരണ ഒരു നെയ്യപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്റർ വെച്ചിട്ട് നമ്മൾ 2-3 നെയ്യപ്പം തയ്യാറാക്കുന്നതിനാണ് ഉണ്ണി നെയ്യപ്പം എന്ന് നമ്മൾ പറയുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഓണം സ്പെഷ്യലായിട്ടുള്ള നെയ്യപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.